ഇന്നലെ നമ്മൾ പി എല്ലിൻ്റെ പ്രോബ്ലം ആയിരുന്നു ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിനെ ജസ്റ്റ് ഒന്ന് പറയുവാണ്. ഇതാണ് നമ്മൾ ഇന്നലെ കണ്ടുകൊണ്ടിരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്. സോ അതിൻ്റെ അകത്ത് ബേസിക് സ്പെസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. 3 വൈഡ് ആൻഡ് ഓർ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടായിരുന്നു ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. സോ അപ്പോൾ അങ്ങനെ 4 ഫംഗ്ഷൻസ് F1, F2, F3, F4 അങ്ങനെ 4 ഫംഗ്ഷൻസ് ആയിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നത്. സോ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് കെ മാപ്പ് റിഡക്ഷൻ ആണ് നമ്മൾ ഇന്നലെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കെ മാപ്പ് റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ടേംസ് അല്ലേ. സോ പ്രൊഡക്റ്റ് ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കുന്നു. സോ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ അകത്ത് ജസ്റ്റ് 2 പ്രൊഡക്റ്റ് ടേംസ് മാത്രമാണുള്ളത്. നെക്സ്റ്റ് ഫംഗ്ഷൻ്റെ അകത്ത് എഗെയിൻ 2 പ്രൊഡക്റ്റ് ടേംസ് ആണുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 3 വൈഡ് ആൻഡ് ഓർ സ്ട്രക്ചർ, അതായത് നമ്മളുടെ ഫൈനൽ ആൻഡ് ഓർ സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആകെ കൂടെ 3 ആൻഡ് ഗേറ്റ്സിൻ്റെ ഔട്ട്പുട്ടുകൾ മാത്രമാണ് ഓർ ഗേറ്റിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അപ്പം 3 ഓർ എബവ് 3 വരെയൊക്കെയാണ്. 3യുടെ മുകളിലേക്ക് പ്രൊഡക്റ്റ് ടേംസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഫംഗ്ഷനിൽ ആ സെയിം ആയിട്ടുള്ള പ്രൊഡക്റ്റ് ടേം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്നായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ F1ൻ്റെ അകത്ത് 2 പ്രൊഡക്റ്റ് ടേംസ് ആണ്, ഇറ്റ് ഈസ് ഫൈൻ. F2ൻ്റെ അകത്ത് അഗെയിൻ 2 പ്രൊഡക്റ്റ് ടേംസ് ആണ്, അതിനും ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. ബട്ട് F3യിലേക്കും സെയിം തന്നെ 3 പ്രൊഡക്റ്റ് ടേംസ് അപ് ടു 3 ഓക്കെയാണ്. 3യുടെ മുകളിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നമുള്ളത് അല്ലേ. സോ ഇതിൻ്റെ അകത്ത് ഓക്കെയാണ്. പക്ഷേ F4ലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കാണാം ഇതിനകത്ത് ആക്ച്വലി 1, 2, 3, 4 അല്ലേ, 4 പ്രൊഡക്റ്റ് ടേംസ് ആണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും പ്രൊഡക്റ്റ് ടേംസ് നമ്മൾ നേരത്തെ എഴുതിയിരിക്കുന്ന ഈ F1, F2, F3ക്കകത്ത് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അപ്പോൾ അതിനകത്ത് F3യിൽ സി ഡി പ്ലസ് എ ബാർ ബി പ്ലസ് ബി ബാർ ഡി ബാർ ആണ്. സിമിലർലി F2യിലേക്ക് പോകുമ്പോൾ എ പ്ലസ് ബി സി ഡി ആണ്. F1ത്തെ പക്ഷെ നോക്കിക്കേ എ ബി സി ബാർ പ്ലസ് എ ബാർ ബി ബാർ സി ഡി ബാർ. ഓക്കെ, സോ ഈ 2 ടേംസ് കാണുന്നുണ്ടോ, എ ബി സി ബാർ പ്ലസ് എ ബാർ ബി ബാർ സി ഡി ബാർ. സോ ആ സെയിം ടേംസ് ഇവിടെ ഞാൻ യെല്ലോയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 ടേംസ് എന്ന് പറയുന്നതായിരുന്നു F1ൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. സോ ദീസ് 2 ടേംസ് പറയുന്നത് ക്യാൻ ബി റീപ്ലേസ് വിത്ത് F1 അല്ലേ. സോ അതുകൊണ്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ, കാരണം നമുക്ക് 3 പ്രൊഡക്റ്റ് ടേംസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഫോർ എ സിംഗിൾ ഫംഗ്ഷൻ എന്നുള്ളതാണ് ബേസിക്കലി നമ്മളെ ക്വസ്റ്റ്യൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നതിൻ്റെ അർത്ഥം. Therefore these two ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന 2 പ്രൊഡക്റ്റ് ടേംസ് ദാറ്റ് ഈസ് ഈക്വൽ ടു F1. സോ ദാറ്റ് ഈസ് ഗെറ്റിംഗ് റീപ്ലേസ് വിത്ത് F1 ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ദെൻ മിച്ചുള്ള 2 പ്രൊഡക്റ്റ് ടേംസിന് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. സോ അങ്ങനെയാണ് നമ്മൾ ആക്ച്വലി നമ്മളുടെ കെ മാപ്പ് ഫോം ചെയ്തു. ഇനി നമുക്ക് വരയ്ക്കാനായിട്ടുള്ളത് ഈസ് ദ PAL പ്രോഗ്രാമിംഗ് ടേബിൾ. അതാണ് സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്ന കെ മാപ്പ്. മിഡ് ടേംസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് കെ മാപ്പ്, സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്ന PAL പ്രോഗ്രാമിംഗ് ടേബിൾ. സോ PAL പ്രോഗ്രാമിംഗ് ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ ക്വീൻ മക്ലസ്കിയിൽ നമ്മൾ അവസാനം, അതായത് ഫൈനൽ ഗ്രൂപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടേംസിന് എടുത്ത് എഴുതില്ലേ, ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് ആക്ച്വലി ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഇത് കാണാമല്ലോ, നമ്മളുടെ പ്രൊഡക്റ്റ് ടേം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കറസ്പോണ്ടിങ് കോളം ഉണ്ടായിരിക്കണം. ഇതിപ്പോൾ ഇല്ലെങ്കിലും തെറ്റൊന്നുമില്ല. ഈ ഒരു പ്രൊഡക്റ്റ് ടേമിൻ്റെ കോളം എന്ന് പറയുന്നത് ഭയങ്കര നിർബന്ധമുള്ള സംഭവമല്ല. ദെൻ ഇത് നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. വി നീഡ് ദ ഇൻപുട്സ് അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് എ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻസ് വേർ യൂസിങ് ബി, സി ആൻഡ് ഡി അല്ലേ. ദെൻ F4 എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ റീറൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂസിങ് F1. അതുകൊണ്ട് തന്നെ ഇവിടെ F1 എന്ന് പറയുന്ന ഒരു അഡീഷണൽ ഫംഗ്ഷനും കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുവാണ്. ഓക്കെ, ദെൻ വി ഹാവ് ദ ഔട്ട്പുട്ട്സ്. ഓക്കെ, സോ അങ്ങനെ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻപുട്ട്സ് അലോങ് വിത്ത് F1 നമ്മളൊരു ഇൻപുട്ടായിട്ട് F4ന് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ F1നെ നമ്മൾ ഇൻപുട്ടായിട്ട് ഒരു കോളം ഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ വി ഹാവ് ദ ഔട്ട്പുട്ട്സ്. സോ ആദ്യം എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നത് F1 റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ വി നോ ദാറ്റ് F1 ഈസ് ഈക്വൽ ടു, നമ്മൾ തൊട്ട് മുമ്പേ കെ മാപ്പിൽ നിന്ന് കണ്ടുപിടിച്ചിരിക്കുന്നതാണിത്. ഇവിടെ F1 ഈസ് ഈക്വൽ ടു എ ബി സി ബാർ പ്ലസ് എ ബാർ ബി ബാർ സി ഡി ബാർ. ഓക്കെ, സോ ആ സെയിം തന്നെയാണ് ഇവിടെയും എഴുതിയിരിക്കുന്നത്. F1 ഈസ് ഈക്വൽ ടു നമ്മൾ ആ കെ മാപ്പിൽ നിന്ന് എഴുതിയിരിക്കുന്ന സെയിം പ്രൊഡക്റ്റ് ടേംസ് തന്നെയാണ് ഇവിടെ F1, F2, F3 ആൻഡ് F4 ഇൻ ടേംസ് ഓഫ് F1 പ്ലസ്. നമ്മൾ തൊട്ട് മുമ്പത്തെ കെ മാപ്പ് നമ്മൾ റീറൈറ്റ് ചെയ്തിരിക്കുന്ന ആ സെയിം ഇക്വേഷൻസ് ഇവിടെ എടുത്ത് എഴുതിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ക്വീൻ മക്ലസ്കിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഫൈനൽ ഗ്രൂപ്പിങ്ങിന് ശേഷം എങ്ങനെയാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേമിനെ എഴുതുക എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അത് തന്നെ വെച്ചിട്ടാണ് ഇവിടെ വരിക. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഫസ്റ്റത്തെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 പ്രൊഡക്റ്റ് ടേംസ് ഉറപ്പായിട്ടും വേണം. അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് ആക്ച്വലി 1, 2 2 പ്രൊഡക്റ്റ് ടേംസേ ഉള്ളൂ. ബട്ട് വി നീഡ് എ തേർഡ് പ്രൊഡക്റ്റ് ടേം. അതിൻ്റെ റീസൺ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു.
ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ ഫ്ലോട്ടിംഗ് ഗേറ്റ് അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗേറ്റിനെ ഫ്ലോട്ടിംഗ് ആയിട്ട് നിൽക്കും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കേസ് ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഈ ഗേറ്റിന് അതായത് രണ്ട് പ്രൊഡക്റ്റ് ടേംസേ ഉള്ളെങ്കിൽ പോലും ഇതാണ് എൻ്റെ ഗിവൺ സ്ട്രക്ചർ അല്ലേ. സോ ഈ ഒരു ഗിവൺ സ്ട്രക്ചറാണ് എൻ്റെ കയ്യിലുള്ളത്. പക്ഷെ എനിക്ക് രണ്ട് പ്രൊഡക്റ്റ് ടേംസേ ഉള്ളെങ്കിലും ഐ ആം ഓൾറെഡി ഗിവൺ വിത്ത് ദ തേർഡ് ആൻഡ് ഗേറ്റ്. അപ്പോൾ 3 ആൻഡ് ഓർ അറേ യൂസ് ചെയ്യാനായിട്ടാണ് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 3 ആൻഡ് ഗേറ്റ്സ് ഉറപ്പായിട്ടും എനിക്ക് ഉണ്ടെങ്കിലും പ്രൊഡക്റ്റ് ടേം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 3 ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലും അതിൽ കുറവും എനിക്ക് ആക്ച്വലി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മാനുഫാക്ചർ ഓൾറെഡി എനിക്ക് തരുന്ന സമയത്ത് 3 ആൻഡ് ഗേറ്റ്സ് അതിനകത്ത് ഉണ്ടായിരുന്നു അല്ലേ. സോ അപ്പം ഇത് നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അൺയൂസ്ഡ് ആയിട്ടുള്ള ആൻഡ് ഗേറ്റിൻ്റെ ഓൾ ദ ഇൻപുട്ട് ടെർമിനൽസ് ആർ ആക്ച്വലി കണക്റ്റഡ് അല്ലേ. അതിന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എ ബാർ അല്ലെങ്കിൽ ബി ബാർ സി ബാറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്നാ നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. സച്ച് ദാറ്റ് ദ ഔട്ട്പുട്ട് ഈസ് ഗിവൺ ആസ് 0 ഫോർ ദിസ് ആൻഡ് ഗേറ്റ് അല്ലേ. സോ ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെയും ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. സോ അപ്പോൾ നമുക്ക് ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ അകത്ത് ഇത് അല്ലേ. സോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആ കൂടെ രണ്ട് പ്രൊഡക്റ്റ് ടേംസേ ഉള്ളൂ. ബട്ട് വി ആക്ച്വലി നീഡ് എ തേർഡ് പ്രൊഡക്റ്റ് ടേം അല്ലേ. സോ കാരണം 3 ആൻഡ് ഗേറ്റ്സ് അല്ലെങ്കിൽ 3 ബിറ്റ് 3 വൈഡ് ആൻഡ് ഓർ സ്ട്രക്ചർ യൂസ് ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. 3 വൈഡ് ആൻഡ് ഓർ സ്ട്രക്ചർ. സോ 3 ആൻഡ് ഗേറ്റ് ഉറപ്പായിട്ടും അതിൻ്റെ അകത്ത് ഉണ്ടാകണം. നോട്ട് ലെസ് ആൻഡ് നോട്ട് മോർ. ഉറപ്പായിട്ടും 3 ആൻഡ് ഗേറ്റ്സ് ഉണ്ടായിരിക്കണം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ അപ്പോൾ നമ്മൾ ഈ ഒരു ആൻഡ് ഗേറ്റ് നമ്മളൊരു ആൻഡ് ഗേറ്റ് സ്ട്രക്ചർ എടുത്ത് നമുക്ക് ഉറപ്പായിട്ടും 3 ആൻഡ് ഗേറ്റ്സ് കാണും. സോ തേർഡ് ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി നമ്മൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്, കണക്ഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാ ഇൻപുട്സിലേക്കും ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. സോ അതുകൊണ്ടാണ് ഇവിടെ ഒരു തേർഡ് പ്രൊഡക്റ്റ്. നമ്മുടെ ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി F1 രണ്ട് പ്രൊഡക്റ്റ് ടേംസ്, F2 രണ്ട് പ്രൊഡക്റ്റ് ടേംസ്, F3 F4 3 പ്രൊഡക്റ്റ് ടേംസ് അല്ലേ. സോ 3 + 3 6 + 2 + 2 ആക്ച്വലി നമുക്ക് 10 പ്രൊഡക്റ്റ് ടേംസ് എല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോൾ F1 ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് 10 പ്രൊഡക്റ്റ് ടേംസേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന F1 F2 നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് ടേംസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു തേർഡ് പ്രൊഡക്റ്റ് ടേമിനും കൂടെ നമ്മളിവിടെ കാണിക്കാൻ പറ്റത്തില്ല. കാരണം ആക്ച്വലി നമുക്ക് അതിനകത്ത് വേരിയബിൾസ് ഒന്നും ഇല്ല. നമ്മൾ ആ ഗേറ്റിനെ ഫുള്ള് നമ്മൾ ഹൈ ആയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. സോ അത് നമ്മളിവിടെ ഡാഷ് ഇട്ട്, അതാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്, ഡാഷ് ഇട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ വേറെ ഇതിലേക്ക് തിരിച്ചു വരാം. സോ നമുക്കുള്ള വേരിയബിൾസ് നമുക്കറിയാം എ ബി സി ഡി, ഇതാണ് നമ്മളുടെ വേരിയബിൾസ്. സോ ഈ ഒരു നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ക്യൂൻ നമ്മൾ ചെയ്തിരിക്കുന്നതാണെങ്കിൽ ജസ്റ്റ് ഒരെണ്ണം ഞാൻ എഴുതി കാണിക്കുകയാണ്. സോ എ എന്ന് എഴുതി കഴിഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എ എന്ന് പറയുന്ന വേരിയബിൾ ഈസ് ക്യാരിങ് എ വാല്യൂ ഓഫ് ബൈനറി 1. ബി എന്ന് പറയുന്നത് ജസ്റ്റ് എഴുതി കഴിഞ്ഞതിൻ്റെ അർത്ഥം ബി എന്ന് പറയുന്ന വേരിയബിൾ ഈസ് ക്യാരിങ് എ വാല്യൂ ഓഫ് ബൈനറി 1. ദെൻ സി ബാർ ആണ് കിടക്കുന്നത് അല്ലേ. therefore സി ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എന്ന് പറയുന്ന വേരിയബിൾ ഈസ് ക്യാരിങ് എ വാല്യൂ ഓഫ് ബൈനറി 0. അതുകൊണ്ടാണ് നമ്മളിവിടെ 0 എടുക്കുന്നത്. ദെൻ ഡി എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ നമ്മുടെ പ്രൊഡക്റ്റ് ടേമിൻ്റെ അകത്തില്ല. therefore ഡിയുടെ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡാഷ് ഇട്ട് കൊടുക്കുന്നു. നമ്മൾ ആ ക്വീൻ മക്ലസ്കിൽ ചെയ്തുകൊണ്ടിരുന്ന സെയിം ഒരു ഫോമാറ്റ് തന്നെയാണ് ഇവിടെ ആക്ച്വലി യൂസ് ചെയ്യുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ 3 ആൻഡ് ഓർ എന്ന് പറയുന്ന ഒരു ടേം അവിടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻസും അതേപോലെ തന്നെ F1 റീറൈറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. നേരെ തന്നെ വാട്ട് എവർ എന്താണോ നമുക്ക് K-മാപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാമായിരുന്നു. ഓക്കെ. സോ അപ്പം ഇതാണ് നമ്മളുടെ തന്നിരിക്കുന്ന ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മളുടെ PAL പ്രോഗ്രാമിംഗ് ടേബിൾ നമ്മൾ എഴുതുന്നത്. സോ അതാണിപ്പം 1 1 0 ഡി എന്ന് പറയുന്ന ഡാഷ് ആണ്. ഇപ്പോൾ F1 നമ്മളിവിടെ ഉപയോഗിക്കാത്തതുകൊണ്ട് F1 ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡാഷ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതേപോലെ ഇനിയിപ്പം നമ്മൾ F1 യൂസ് ചെയ്യുന്ന ഒരെണ്ണം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. സോ ദാറ്റ് ഈസ് F4 അല്ലേ. സോ F4 ഇസ് ഈക്വൽ ടു ആദ്യത്തെ ടേം എന്ന് പറയുന്നത് എന്താണ്? F1. സോ ഓട്ടോമാറ്റിക്കലി F1 അകത്ത് എ ബി സി ഡി, F1 നമ്മളൊരു അനദർ വേരിയബിൾ ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. therefore F1 അവിടെ മാത്രം 1 വന്നേക്കുന്നു. ദെൻ എ സി ബാർ ഡി ബാർ എന്ന് പറയുമ്പോൾ എ ഈസ് 1, ബി എന്ന് പറയുന്നത് ഈസ് നോട്ട് പ്രസൻറ്റ്, therefore ബി അവിടെ ഡാഷ് വരുന്നു. ദെൻ സി ബാർ എന്ന് പറയുന്നത് ഡി ബാർ സി ബാർ ഡി ബാർ അല്ല. അപ്പോൾ സിയുടെയും ഡിയുടെയും വാല്യൂ 0, F1 വേറെ വരാത്തതുകൊണ്ട് തന്നെ F1 അവിടെ ഡാഷ്. സോ ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾക്ക് ഈ ഒരു PAL പ്രോഗ്രാമിംഗ് ടേബിൾ എന്ന് പറയുന്നത് എഴുതുന്നത്. സോ ഇത് ക്ലിയർ ആണോ എന്ന് പറയാമോ? Yes, miss. Okay. So
ദ ലാസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഈസ് ദ ഇംപ്ലിമെൻറ്റേഷൻ. സോ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ ഇന്നലെ ഓൾറെഡി അതിൻ്റെ സ്ട്രക്ചർ കണ്ടിട്ടുണ്ടായിരുന്നു. സോ വി ആർ ഹാവിങ് ഒരു ആൻഡ് സോറി ആദ്യത്തെ നമ്മൾ ആദ്യം വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻപുട്ട് വിത്ത് അതിൻ്റെ നോട്ടഡ് വാല്യൂ ആണ്. സോ എ ബാർ, ബി ബാർ, സി ബാർ, ഇവിടെ ഡി ബാർ. അതുകൂടാതെ നമ്മുടെ PL പ്രോഗ്രാമിംഗ് ടേബിൾ നമ്മൾ F1 വരച്ചിട്ടുണ്ടായിരുന്നു. സോ ആ F1നെയും കൂടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് മറന്ന് പോകരുത്. ഓക്കെ, ദെൻ F1 വരുന്നു. ദെൻ പിന്നെ നമ്മളുടെ ആൻഡറെ നമുക്ക് ഓൾറെഡി വരയ്ക്കാനായിട്ട് അറിയാം. സോ ആൻഡറെ നമുക്ക് അപ്പോൾ ടോട്ടൽ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ടേംസ് എന്ന് പറയുന്നത് എത്ര, നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന പ്രൊഡക്റ്റ് ടേംസ് എന്ന് പറയുന്നത് 12 പ്രൊഡക്റ്റ് ടേംസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു OR ഗേറ്റിലേക്ക് 3 പ്രൊഡക്റ്റ് ടേം വെച്ചിട്ട് അങ്ങനെ 4 ഫങ്ഷൻസ് ആണ് നമുക്കുള്ളത്. ആൻഡ് ഈച്ച് ഈസ് ഹാവിങ് 3 പ്രൊഡക്റ്റ് ടേംസ്. പ്രൊഡക്റ്റ് ടേംസ് ആബ്സെൻ്റ് ആണെങ്കിൽ അത് നമ്മൾ ആ ഗേറ്റിന് നമ്മൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ എന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ എഴുതിയിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്കിവിടെ വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2 up to 11, 12 ആൻഡ് ഗേറ്റ്സ് ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. പിന്നെ അതിനുശേഷം നമുക്ക് 4 ഫങ്ഷൻസ് ആണുള്ളത് അല്ലേ, F1, F2, F3 ആൻഡ് F4. അങ്ങനെ നമുക്ക് 4 ഫങ്ഷൻസ് ആണുള്ളത്. Therefore whatever are the total number of functions that are given in the question, അത്രയും നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് ആണ് നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടത്, നമുക്ക് ഓൾറെഡി അറിയാം. സോ അതുകൊണ്ട് തന്നെ ഇവിടെ 4 ഔട്ട്പുട്ട്സ് F1, F2, F3 ആൻഡ് F4 അങ്ങനെ 4 ഔട്ട്പുട്ട്സ്, അതായത് OR ഗേറ്റിൻ്റെ ഔട്ട് എടുത്തിട്ടാണ് നമ്മൾ F1, F2, F3, F4 ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ടെക്സ്റ്റിലത്തെ ഡയറക്റ്റ് ഫിഗർ ആണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കേ, ഈ ഒരു ക്രോസ് ആണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ സൈഡിൽ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. യൂസ് സർക്കിൾ ഫിക്സ്ഡ്. നമ്മുടെ PAL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആൻഡ് അറേ എന്ന് പറയുന്നത് ഈസ് പ്രോഗ്രാമബിൾ, ആൻഡ് അറേ ഈസ് പ്രോഗ്രാമബിൾ, ആൻഡ് ദ ഓർ അറേ എന്ന് പറയുന്നത് ഈസ് ഫിക്സ്ഡ് ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ആക്ച്വലി ഓർ അറേ എന്ന് പറയുന്നത് ആ ക്രോസിന് പകരം ശരിക്കും ഡോട്ടായിരുന്നു കാണിക്കേണ്ടിയിരുന്നത്. അപ്പോൾ ടെക്സ്റ്റിൽ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ എഴുതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ ഈ കണക്ഷൻസ് ഓൾറെഡി അറിയാമല്ലോ. F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു നോക്കിക്കേ, അത് തുറന്നെടുത്ത് നോക്കാം. F1 ഈസ് ഈക്വൽ ടു ABC ബാർ പ്ലസ് A ബാർ B ബാർ CD ബാർ ABC ബാർ. അപ്പോൾ ഇത് നോക്കിയാൽ ആദ്യത്തേത് A B C ബാർ ആദ്യത്തെ പ്രൊഡക്റ്റ് ടേമായി. രണ്ടാമത്തെ പ്രൊഡക്റ്റ് ടേം എന്താണ്, A ബാർ B ബാർ CD ബാർ, A ബാർ B ബാർ CD ബാർ. നോക്കിയേ, A ബാർ B ബാർ CD ബാർ. സെക്കൻഡ് പ്രൊഡക്റ്റ് ടേം ആയല്ലോ. ഫസ്റ്റ് പ്രൊഡക്റ്റ് ടേം സെക്കൻഡ് പ്രൊഡക്റ്റ് ടേം ആയി. ദെൻ തേർഡ് പ്രൊഡക്റ്റ് ടേം ആക്ച്വലി നമ്മളോട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. തേർഡ് പ്രൊഡക്റ്റ് ടേം എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ഗേറ്റ് നമ്മുടെ ഗിവൺ സ്ട്രക്ചറിനകത്ത് കിടപ്പുണ്ട് അല്ലേ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഗേറ്റിനെ ഡിസ്കണക്റ്റഡ് ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. എല്ലാ വേരിയബിൾസിലേക്കും, ഓൾ ദ ഇൻപുട്ട് വേരിയബിൾസിലേക്ക് അത് കണക്ട് ചെയ്യണം നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാനായിട്ടുള്ള എളുപ്പത്തിൽ. ഇപ്പോൾ ഇതിനകത്ത് ഡിസ്കണക്റ്റഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇപ്പം ആക്ച്വലി ഇതിനകത്ത് എല്ലാത്തിലേക്കും ഇത് കണക്റ്റഡ് ആണെന്നുള്ളതാണ് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ അങ്ങനെ 3 ആൻഡ് ഓർ എന്ന് പറയുന്ന ആ ഒരു 3 വൈഡ് ആൻഡ് ഓർ എന്ന് പറയുന്ന ആ ഒരു ടേം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ യെല്ലോ അടിച്ചിരിക്കുന്ന ആ 2 ആൻഡ് ഗേറ്റ്സ് നിങ്ങൾ വരയ്ക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. അതേപോലെ തന്നെ F1 ഇവിടെ വരയ്ക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. അതായത് ഇൻപുട്ടായിട്ട് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന F1, താഴത്തെ ഔട്ട് എടുത്ത് കളയാൻ പറ്റത്തില്ല. ഇൻപുട്ട് കാണിച്ചിരിക്കുന്ന F1 നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു 3 വൈഡ് ആൻഡ് ഓർ എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ. ഓക്കെ, സോ അത് മൂന്നുമാണ് നമ്മളുടെ F1ലേക്ക് പോകേണ്ടത്. അപ്പോൾ നോക്കിക്കേ, F1 കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയൊക്കെയാണ്, ഗേറ്റ് നമ്പർ 1, ഗേറ്റ് നമ്പർ 2 ആൻഡ് ഗേറ്റ് നമ്പർ 3യിൽ മാത്രമാണ് ഇവിടെ കണക്ഷൻസ് ഉള്ളത്. ബാക്കിയുള്ളതിലെല്ലാം നോ കണക്ഷൻസ് ആയിരിക്കും. സിമിലർലി F2, F3 ആൻഡ് F4. F4ഉം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. F4 ഇസ് ഈക്വൽ ടു എന്തൊക്കെയാണ്, F1 പ്ലസ് A C ബാർ D ബാർ പ്ലസ് A ബാർ B ബാർ C ബാർ D. ഓക്കെ, സോ അപ്പം F4ലേക്ക് ആദ്യം എന്ത് വേണം, F1 വേണം. സോ F1 ഏതാ കിടക്കുന്നത്, ഇതല്ല F1. സോ F1ൻ്റെ കണക്ഷൻ എന്തേ കിടക്കുന്നു, F1 കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈസ് ഗേറ്റ് നമ്പർ 10. ദെൻ ഗേറ്റ് നമ്പർ 11 നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ടേമിന് വേണ്ടിയിട്ടാണ്, A C ബാർ D ബാർ. സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് A C ബാർ D ബാർ. സിമിലർലി ദ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഏതാണ്, A ബാർ B ബാർ C ബാർ D. സോ അതാണ് ഈ താഴെ കാണിച്ചിരിക്കുന്ന കണക്ഷൻസ്, A ബാർ B ബാർ C ബാർ D. ഇത്രയാണ് ബേസിക്കലി നമ്മളുടെ എൻറ്റയർ കണക്ഷൻ, അല്ലെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫിഗർ എന്ന്
പറയുന്നത്. ഇത് വരയ്ക്കുന്ന ക്ലിയർ ആണോ എന്നൊന്ന് പറയാവോ? വരയ്ക്കുന്ന ക്ലിയർ ആണോ എന്നൊന്ന് പറയാവോ? ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിലേക്ക് ഇവിടെ പോവാണ്. കുറച്ചുകൂടി സിമ്പിൾ പ്രോബ്ലത്തിലേക്ക് പോയിട്ട് തിരിച്ചു തരാം. ഇത് തൊട്ട് മുമ്പത്തെ പ്രോബ്ലം നമ്മൾ കണ്ടതെന്ന് പറയുന്നത് ഇതായിരുന്നു ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്നത്, വിച്ച് ഈസ് പി എയിൽ വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് 4 ഫംഗ്ഷൻസ് തന്നിരിക്കുന്നു, അതിന്റെ മിഡ് ടേംസ് തന്നിരിക്കുന്നു. ഇനി സപ്പോസ് അതിന് പകരം വേറൊരു രീതിയിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് വിചാരിക്കുക. അതായത് പി എയിൽ വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യുക F1 ആൻഡ് F2 അങ്ങനെ 2 ടേംസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. സോ പി എല്ലിന്റെ അകത്ത് നമുക്ക് 2 ഫംഗ്ഷൻസ് F1 ആൻഡ് F2 എന്ന് പറഞ്ഞ 2 ഫംഗ്ഷൻസ്, F1ൽ സം പ്രൊഡക്റ്റ് ടേംസ് ഉണ്ട്, 3 പ്രൊഡക്റ്റ് ടേംസ് ഉണ്ട്. F2ലും ആക്ച്വലി നമുക്ക് 2 പ്രൊഡക്റ്റ് ടേംസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ടോട്ടലി നമുക്ക് 3 + 2 5 പ്രൊഡക്റ്റ് ടേംസ് ആണ് ഉള്ളത്. ബട്ട് ഇവിടെയും നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ദിസ് 3 ആൻഡ് ഓർ സ്ട്രക്ചർ ആണ്, ഞാനിവിടെ എഴുതാൻ വിട്ടുപോയതാണ്. 3 ആൻഡ് ഓർ സ്ട്രക്ചർ വെച്ചിട്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 3 + 2 5 ആൻഡ് ഗേറ്റ്സ് മാത്രം മതിയായിരിക്കുമോ? എന്തായാലും F1ന് ഒരു ഓർ ഗേറ്റ് വേണം, F2ന് ഒരു ഓർ ഗേറ്റ് വേണം. F1ന്റെ അകത്തേക്ക് അല്ലേ, F1ന് വേണ്ടിയിട്ട് നമുക്ക് ഉറപ്പായിട്ടും ഒരു ഓർ ഗേറ്റ് വേണം. അതേപോലെ തന്നെ F2ന് വേണ്ടിയിട്ട് നമുക്കൊരു ഓർ ഗേറ്റ് വേണം. F1ലേക്ക് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആൻഡ് ഗേറ്റ്സ് ആയിരിക്കും F1ലേക്ക് പോകേണ്ടത്. അതേപോലെ തന്നെ അനദർ 3 ആൻഡ് ഗേറ്റ്സ് ആയിരിക്കും F2ലേക്ക് പോകേണ്ടത് എന്നാണ് 3 വൈഡ് ആൻഡ് ഓർ സ്ട്രക്ചർ ഉപയോഗിച്ച് PAL സ്ട്രക്ചർ ഉപയോഗിച്ച് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറയുമ്പോൾ അതാണ് അർത്ഥം അല്ലേ. അപ്പം ഇതിനകത്ത് ഇപ്പം ഇങ്ങനെ ജസ്റ്റ് ഇപ്പം നമുക്ക് ഇക്വേഷൻ തന്നെ തന്നേക്കുവാണ് ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത്. അപ്പോൾ ഡയറക്റ്റ് ഇംപ്ലിമെന്റേഷൻ മാത്രമാണ് ഇതിനകത്ത് വരുന്നുള്ളൂ, വേറെ അഡീഷണൽ സ്റ്റെപ്സ് ഒന്നും തന്നെ വരുന്നില്ല. ഓക്കെ, അതാണ് ഈ ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡ് കാണിച്ചിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെ ആക്ച്വലി ടെക്സ്റ്റ് കാണിച്ചിരിക്കുന്നതുകൊണ്ട് ഞാനങ്ങ് വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് യൂസ് ചെയ്യണമെന്നില്ല. ഓക്കെ, ഇത് ജസ്റ്റ് എ ബാർ ബി ബാർ സി ബാർ അങ്ങനെ ടോട്ടൽ 3 + 3 1 2 3 4 5 6 അങ്ങനെ 6 ആൻഡ് ഗേറ്റ്സും 1 2 2 ഓർ ഗേറ്റ്സും വെച്ച് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നതാണ്. സെയിം സ്ട്രക്ചർ തന്നെയാണ് തൊട്ടിപ്പുറത്തെ റൈറ്റ് സൈഡ് കാണിച്ചിരിക്കുന്ന ഫിഗറിലും വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് മാത്രം തന്നെ ഉപയോഗിച്ചാൽ മതിയായിരിക്കും ആക്ച്വലി. സോ നമുക്ക് 1 2 3 4 5 6 നമുക്ക് ടോട്ടൽ 6 ആൻഡ് ഗേറ്റ്സ് ആണുള്ളത്. സോ അപ്പോൾ ആദ്യത്തെ F1ൻ്റെ അകത്തേക്ക് നോക്കിയാൽ F1 ഈസ് ഈക്വൽ ടു A ബാർ BC. അപ്പോൾ ഫസ്റ്റത്തെ ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ഫോർ A ബാർ BC, A ബാർ B then C, അതിലേക്കാണ് കണക്ഷൻ പോയിരിക്കുന്നത്. ദെൻ സെക്കൻഡ് പ്രൊഡക്റ്റ് ടേം എന്ന് പറയുന്നത് ദിസ്, ഇവിടെ ഞാൻ ജസ്റ്റ് വേണം നമ്പറും കൂടെ ഒന്ന് എഴുതിയേക്കാം. A ബാർ BC എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റ് നമ്പർ 1, A B ബാർ C എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റ് 2, A C ബാർ എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റ് 3, this is for AND gate 4 and BC എന്ന് പറയുന്ന AND gate 5. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് F1ൻ്റെ അകത്ത് നമുക്ക് 3 പ്രൊഡക്റ്റ് ടേംസ് ഉണ്ട്, F2ൻ്റെ അകത്ത് ആ കൂടെ 2 പ്രൊഡക്റ്റ് ടേം ഉള്ളൂ. വിച്ച് മീൻസ് നമ്മളൊരു മൂന്നാമതൊരു AND ഗേറ്റ് യൂസ് ചെയ്യണം. പക്ഷേ അതിൻ്റെ അകത്തെ കണക്ഷൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഓൾ ആർ കണക്റ്റഡ് അല്ലേ. സോ അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കാണിക്കാം കേട്ടോ. അപ്പോൾ ടെക്സ്റ്റിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു കണക്ഷൻ നിലവിൽ നള്ളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം F1ൻ്റെ അകത്ത് നമുക്കറിയാം ഗേറ്റ് നമ്പർ F1 എന്ന് പറയുന്നത് is having the outputs of gate number 1 2 3. അത് തന്നെയാണ് ദേ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഗേറ്റ് നമ്പർ 1 2 3 അവിടെ കണക്ഷൻ കാണിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 3 is left as free. കാരണം പ്രൊഡക്റ്റ് ടേംസ് received from the AND gates 4 5 6 എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഗേറ്റ് നമ്പർ 2 അല്ലെങ്കിൽ F2 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്താണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ആക്ച്വലി 2 പ്രൊഡക്റ്റ് ടേമേ ഉള്ളൂ. തേർഡ് ടേം എന്ന് പറയുന്നത് നമ്മളിപ്പം യൂസ് ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ വിൽ ഹാവ് ടു ഷോ, കാരണം 3 വൈഡ് ആൻഡ് ഓർ എന്ന് പറയുന്ന സംഭവം ക്വസ്റ്റ്യൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട്. ഇനി സപ്പോസ് അങ്ങനെ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. സോ ഇത് ക്ലിയർ ആണെന്ന് പറയുന്നത് കുറച്ചുകൂടി സിമ്പിളർ ആണ് നമ്മൾ തൊട്ടുമുമ്പേ കണ്ട പ്രോബ്ലത്തിനെക്കാട്ടിലും. ഇത് ക്ലിയർ ആണോ എന്ന് പറയാവോ? ക്ലിയർ ആണോ? അലൻ ഉണ്ടോ? അലൻ ക്ലിയർ ആണോ? മനസ്സിലായി. അക്ഷരം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചാട്ടോ. ഓക്കെ, സോ നമ്മൾ ബാക്കിയിലേക്കൂടെ
കണ്ടിന്യൂ ചെയ്യുവാണ്. നെക്സ്റ്റ് ഒരു കൈൻഡ് ഓഫ് പ്രോബ്ലത്തിലേക്കും കൂടെ പോവാണ്. ഓക്കെ, സോ അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നെന്ന് പറയാം. തൊട്ട് മുമ്പേ നമ്മൾ ചെയ്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഇതായിരുന്നു. ക്വസ്റ്റ്യൻ്റെ അകത്ത് 4 ഫംഗ്ഷൻസ് ഇൻ മിൻ ടേംസ് തന്നു. അപ്പോൾ നമ്മൾ കെ മാപ്പ് വെച്ച് റെഡ്യൂസ് ചെയ്ത് ഫംഗ്ഷനെ കണ്ടുപിടിച്ച് PLA പ്രോഗ്രാമിംഗ് ടേബിൾ വരച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇപ്പം നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇങ്ങനെ PLA പ്രോഗ്രാമിംഗ് ടേബിളിനൊന്നും ആവശ്യം വരുന്നില്ല. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ PLA പ്രോഗ്രാം ടേബിൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ വരയ്ക്കാം, അതിനും കുഴപ്പമൊന്നുമില്ല. വരയ്ക്കാൻ വളരെ സിമ്പിളാണ്. ഇൻപുട്ടുകൾ വരയ്ക്കുക, അതിന് കറസ്പോണ്ടിങ് പ്രസൻ്റ് ആയിട്ടുള്ള ടേംസിനെ ഇട്ട് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ഫൈനലി ഡ്രോ ദ PAL ഇംപ്ലിമെൻറ്റേഷൻ ഡയഗ്രാം. ഓക്കെ, സോ നമ്മൾ ഇനി അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോവാണ്. ദിസ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇതും ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി ചെയ്ത തൊട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രോബ്ലത്തിനോട് സിമിലർ തന്നെയാണ്. ഓക്കെ, സോ റിയലൈസ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് യൂസിങ് PAL വിത്ത് 4 ഇൻപുട്സ് ആൻഡ് 3 വൈഡ് ആൻഡ് ഓർ സ്ട്രക്ചർ. 4 ഇൻപുട്സ് എന്നുള്ളത് ആക്ച്വലി നമുക്ക് F1 ഓഫ് ABCD കാണുമ്പോൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും F1 ഓഫ് ABCD കാണുമ്പോൾ നമുക്കറിയാം. ഇനി അതും ക്വസ്റ്റ്യൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഹയസ്റ്റ് വാല്യൂ ഓഫ് മിഡ് ടേം നോക്കി കഴിയുമ്പോൾ വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ബിറ്റ്സ് റിക്വയർഡ് എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇൻപുട്സ് എന്നുള്ളത്. പക്ഷേ ഇവിടെയും ആ സെയിം സാധനം പറഞ്ഞിട്ടുണ്ട്, 3 വൈഡ് ആൻഡ് ഓർ സ്ട്രക്ചർ അല്ലേ. സോ 3 വൈഡ് ആൻഡ് ഓർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഈച്ച് F1 അല്ലെങ്കിൽ F2 അല്ലെങ്കിൽ F3 ആൻഡ് F4 എല്ലാത്തിൻ്റെ അകത്തും ഉറപ്പായിട്ടും നോട്ട് മോർ നോട്ട് ലെസ് ഉറപ്പായിട്ടും 3 ആൻഡ് ഗേറ്റ്സ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. സോ നേരത്തെ പോലെ തന്നെ ഇവിടെയും നമുക്ക് മിൻ ടേംസിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ടു ഡ്രോ ദ കെ മാപ്പ്. എന്നിട്ട് കെ മാപ്പ് വരച്ചിട്ട് നമ്മൾ നോക്കുവാണ് 3യുടെ മുകളിലേക്ക് അല്ലെങ്കിൽ അതിനേക്കാളും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു ആൻഡ് ഗേറ്റ് എന്തായാലും അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ എല്ലാ പോയിന്റ്സ് കൂടെ കണക്ട് ചെയ്ത് എല്ലാ ഇൻപുട്സ് കൂടെ കണക്ട് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നോക്കിക്കേ, F1ൻ്റെ അകത്ത് 3 ആൻഡ് ഗേറ്റ്സ്, F2ൻ്റെ അകത്ത് 4 ആൻഡ് ഗേറ്റ്സ് ഉണ്ട്, F3യിൽ 2, F4ൽ ഇപ്പോൾ കുറവാന്ന് ഓർത്ത് നമ്മൾ പ്ലസ് ആ ഒരു ഡാഷ് ഒന്നും ഇപ്പോൾ ഇവിടെ കെ മാപ്പിന് കൊടുത്തൊന്നും എഴുതേണ്ട ആവശ്യമില്ല. PAL പ്രോഗ്രാമിംഗ് ടേബിളിലേക്ക് വരുമ്പോൾ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കിയാൽ F2ൽ നമുക്ക് ആക്ച്വലി 4 പ്രൊഡക്റ്റ് ടേംസ് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് A⁻B ആൻഡ് A⁻B⁻C. അത് നോക്കിയേ, F3 എന്ന് പറയുന്നതല്ലേ, അത് സെയിം തന്നെയല്ലേ, A⁻B പ്ലസ് A⁻B⁻C ദാറ്റ് ഇസ് സെയിം ആസ് F3. സോ ദിസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. A⁻B പ്ലസ് A⁻B⁻C എന്ന് പറയുന്നത് ഈസ് ഗെറ്റിംഗ് റീപ്ലേസ് ബൈ F3. മിച്ചുള്ള ടേംസ് അങ്ങനെ തന്നെ എടുത്ത് എഴുതിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ഇസ് ടു ഡ്രോ ദ കെ മാപ്പ്. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് ഇസ് ടു റൈറ്റ് ഡൗൺ ദ PAL പ്രോഗ്രാമിംഗ് ടേബിൾ. PAL പ്രോഗ്രാമിംഗ് ടേബിൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടിയത്? നമുക്ക് ആദ്യം പ്രൊഡക്റ്റ് ടേം വേണം. പ്രൊഡക്റ്റ് ടേം അപ്പോൾ നമ്മൾ 1, 2 അപ്പോൾ നമുക്ക് 4 ഫംഗ്ഷൻസ് ആണ്, ഓരോന്നിലും 3 പ്രൊഡക്റ്റ് ടേം വെച്ചിട്ട്. അപ്പോൾ 1, 2, 3 എന്ന് പറയുന്നത് F1ന് വേണ്ടിയിട്ട്, 4, 5, 6 എന്ന് പറയുന്ന F2ന് വേണ്ടിയിട്ട്, 7, 8, 9 എന്ന് പറയുന്ന F3ക്ക് വേണ്ടിയിട്ട്, 10, 11, 12 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ടേം എന്ന് പറയുന്ന F4ന് വേണ്ടിയിട്ട്. ഓക്കെ, then we have to write the inputs. അപ്പോൾ ഇവിടെ വരുന്ന ഇൻപുട്സ് ഏതൊക്കെയായിരിക്കും? A, B, C, D എന്തായാലും വേണം. അത് കൂടാതെ ഇവിടെ നമ്മൾ വേറെ F2ൻ്റെ അകത്ത് നമ്മൾ ഏതിനെ യൂസ് ചെയ്തേക്കുന്നത്? F3നെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ therefore F3 is the next variable. Then we have the output. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തൊക്കെയാണോ F1 നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്താണോ ഇവിടുന്ന് കിട്ടിയിരിക്കുന്നത്, ദാറ്റ് ഇസ് AB പ്ലസ് AC⁻ പ്ലസ് BC⁻D എന്നുള്ളത് എഴുതുന്നു. ഇവിടെ നമ്മൾ F2ന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ് 4, 5, 6 എന്ന് പറയുന്ന ആൻഡ് ഗേറ്റ്സ്. 7, 8, 9 എന്ന് പറയുന്നത് F3ക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടാണ്. ആൻഡ് ലാസ്റ്റ് 1 എന്ന് പറയുന്നത് F4 എന്ന് പറയുന്ന ഫംഗ്ഷൻ വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്നതാണ്. സോ ജസ്റ്റ് അതിൻ്റെ തൊട്ട് മുമ്പേ നമ്മൾ കണ്ട പോലെ തന്നെ ഒരു വ്യത്യാസമില്ല, സെയിം കൈൻഡ് ഓഫ് പ്രോബ്ലം തന്നെയാണ്. ദെൻ ഫൈനലി ഇത് ഇംപ്ലിമെൻറ്റേഷൻ്റെ സ്റ്റെപ്പും സെയിം തന്നെയാണ്, ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ. ഫസ്റ്റ് നമ്മൾ കണ്ട പ്രോബ്ലം, ഈ തേർഡ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം സെയിം തന്നെയാണ്. അത് കൂടെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഒറ്റ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും ഉറപ്പായിട്ട് നമ്മളിവിടെ F3 യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. നേരത്തെ F1 ആയി നമ്മൾ റീയൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ F3 എന്ന് പറയുന്ന വേരിയബിളിനെയാണ് റീയൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് മാത്രമാണ് വന്നേക്കുന്നത്. ദെൻ മിനിമം ലെസ് ദാൻ 3 വന്നിരിക്കുന്ന നമ്മളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ കേസിൽ F3 ആണ്. ദെർഫോർ F3ക്ക് മാത്രമായിരിക്കും നമുക്കൊരു അൺയൂസ്ഡ് ഗേറ്റ് വരിക. സോ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1, 2, 3 എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റ്സ് എന്ന് പറയുന്നത് ഈസ് യൂസ്ഡ് to connect to the function F1, then 4, 5, 6 എന്ന് പറയുന്നത് F2, 7, 8, 9 എന്ന് പറയുന്നത് F3, 10, 11, 12 എന്ന് പറയുന്നത് F4. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ഇംപ്ലിമെൻറ്റേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക.
കണക്ഷൻ സെയിം തന്നെയാണ്. നമ്മുടെ എന്താണോ പ്രൊഡക്റ്റ് ടേം കിട്ടിയിരിക്കുന്ന ആ ലൊക്കേഷൻസ് നമ്മൾ ക്രോസ് ഇട്ട് വിടുക എന്നുള്ളത് മാത്രമാണ് ഉള്ളത്. സോ ഈ ഒരു സർക്കിൾ കാണിച്ചിരിക്കുന്നത് പറയുന്നത് ഫിക്സ്ഡ് ആയിട്ടുള്ള കണക്ഷൻ ആണ്. ഇതിപ്പോൾ ആക്ച്വലി ആൻഡ് അറേ എന്ന് പറയുന്ന പ്രോഗ്രാമബിളും ഓർ അറേ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഇവിടെയും ആക്ച്വലി സർക്കിൾ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ടെക്സ്റ്റ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ സൈഡിൽ ഒന്ന് നോട്ടായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്, നേരത്തെ വെച്ച പോലെ തന്നെ. സോ ഇത് ക്ലിയർ ആണോ എന്ന് പറയാമോ? ക്ലിയർ ആണോ? അതെ മിസ്. ഓക്കെ. സോ പെട്ടെന്ന് തന്നെ അടുത്ത ടോപ്പിക്കിലേക്ക് കൂടെ പോവാണ്, വിച്ച് ഈസ് PLA. PAL എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ അറേ ലോജിക്, PLA എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ ലോജിക് അറേ. ഓക്കെ. സോ അതിൻ്റെ ജസ്റ്റ് ഓടി നമുക്കത് ഡെഫിനിഷൻ കാര്യങ്ങൾ കുറച്ചൊരു തിയറി പറഞ്ഞു വെച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. പ്രോഗ്രാമബിൾ ലോജിക് അറേ. സോ PLA എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു, ബോത്ത് the AND array as well as the OR array are programmable for a PLA. PAL-നകത്ത് AND array മാത്രമായിരുന്നു പ്രോഗ്രാമബിൾ, OR array എന്ന് പറയുന്നത് വാസ് ഫിക്സ്ഡ് അല്ലേ. സോ PLA-ലേക്ക് വരുമ്പോൾ both the AND array as well as the OR array are programmable. അതാണ് ഏറ്റവും വലിയ മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. And this actually combines the characteristics of PROM and PAL. Okay, കാരണം PAL-ഉം അതേപോലെ PROM നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. PAL-നകത്ത് AND array, PROM-നകത്ത് OR array പ്രോഗ്രാമബിൾ ആണ്. ഈ രണ്ടിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ആക്ച്വലി ഇവിടെ കമ്പൈൻ ചെയ്ത് വരുവാണ്. ദെൻ പിന്നെ ഇവിടെയുള്ളൊരു മേജർ ഡിഫറൻസ് ബാക്കിയുള്ള നമ്മളുടെ ഇപ്പം PROM ആൻഡ് PAL-നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഉള്ളൊരു മേജർ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ അധികം റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും there is actually a third set of fuses. Fuses നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോഗ്രാമബിൾ ഇന്റർകണക്റ്റ് ആണ് നമുക്ക് ഓൾറെഡി അറിയാം. ഇൻ ദ ഔട്ട്പുട്ട് ഇൻവേർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ കണ്ടിരുന്ന F1 അല്ലെങ്കിൽ F2 അല്ലെങ്കിൽ F3 എന്ന് പറയുന്ന ഫംഗ്ഷന് നമ്മൾ ഒരു OR ഗേറ്റിന്റെ ഔട്ട് എടുത്ത് കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിനെ നമുക്ക് ആക്ച്വലി ഇൻവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാലിറ്റി ആക്ച്വലി PLA-ക്ക് ഉണ്ട്. ബട്ട് തിയററ്റിക്കൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിൽ അത് പൊതുവെ നമ്മൾ അക്കാഡമിക് ലെവലിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് വരയ്ക്കാറില്ല. ഓക്കെ. സോ അതാണ് അതിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് ഓവർ ദ അതർ CPLDs. ഓക്കെ. നൗ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് PLA കാണാനായിട്ടുണ്ട്. സോ ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് ദ വെർസറ്റൈലിറ്റി. സോ അതിൻ്റെ റീസൺ നമ്മൾ തൊട്ട് ഇപ്പോൾ പറഞ്ഞു നിർത്തിയതാണ്. കാരണം ദിസ് ഈസ് ഹാവിങ് എൻ അഡീഷണൽ ഫ്യൂസ് സെറ്റ് അറ്റ് ദ ഔട്ട്പുട്ട് so that the output can be taken in the true form or in the inverted form. വേറെ further gates ഒന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് ഒരു നോട്ട് ഗേറ്റ് വെച്ച് തന്നെ F1-ന് എനിക്കൊരു F1 ബാറിനെ യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് സിമ്പിൾ ആയിട്ട് PLA വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് ഇസ് ദ റീസൺ ഫോർ ദ versatile characteristic. Then നെക്സ്റ്റ് എന്ന് പറയുന്നത് the two disadvantages of PLA. So first one is the manufacturing complexity. Okay. സോ നമുക്ക് ബാക്കിയുള്ള PROM അല്ലെന്നുണ്ടെങ്കിൽ PAL-ന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ only either the AND array അല്ലെങ്കിൽ the OR array was fully programmable. എന്ന് പറയുമ്പോൾ ആ ഒരു അറേസിൽ മാത്രമാണ് ഫ്യൂസസ് വരിക, ബാക്കിയുള്ളതെല്ലാം ഫിക്സ്ഡ് ആണ് അല്ലേ. ബട്ട് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും both the AND array as well as the OR array, even though that is giving more flexibility, the only disadvantage is രണ്ടും നമുക്ക് പ്രോഗ്രാമബിൾ ആണെങ്കിൽ രണ്ട് സെറ്റ്സ്, ദാറ്റ് ഇസ് ദ AND array as well as the OR array, രണ്ടിൻ്റെയും ഫ്യൂസസ് അത്രയും പ്രോഗ്രാമബിൾ ആവാന്ന് നമ്മൾ അതിന് ഫ്യൂസ് വെച്ച് റീപ്ലേസ് ചെയ്യണം അല്ലേ. സോ അത്രയും സെറ്റ് ഓഫ് ഫ്യൂസസ് നമ്മൾ വിച്ച് മീൻസ് 2 sets of ഫ്യൂസസ് കൊടുക്കണം when compared with that of PROM or PAL. Then next disadvantage is regarding the testing and programming part. സോ ഇറ്റ് ഈസ് ആക്ച്വലി പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ടൈം കൺസപ്ഷൻ ആണ്. കാരണം പ്രോഗ്രാം ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞാൽ മറ്റത് ഇപ്പം നമ്മൾ ഒരാൾ മേടിച്ച് കഴിയുമ്പോൾ ഏതർ AND array മാത്രമേ ഒന്നെങ്കിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ OR array മാത്രമേ പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആ ചെറിയ പാർട്ടേ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉള്ളൂ ആക്ച്വലി. ബട്ട് സ്റ്റിൽ ആ ഒരു ചെറിയ പാർട്ടിലപ്പം നമ്മൾ പ്രോഗ്രാമിങ് ചെയ്താൽ മതി. പക്ഷേ അല്ലാത്ത കേസസിലേക്ക് ഇപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ബോത്ത് പ്രോഗ്രാമബിൾ ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫ്യൂസസ് നമുക്ക് ബ്ലോ ഔട്ട് ചെയ്യാനും എല്ലാം ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ആക്ച്വലി മോർ ഹാർഡർ ടു, കാരണം ആക്ച്വലി ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ടാണ്, അല്ലാതെ കോംപ്ലക്സിറ്റി കൂടിയോ അങ്ങനെയെന്നല്ല. ബട്ട് സ്റ്റിൽ അതേപോലെ തന്നെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും അതിൻ്റെ ടൈം കൺസംഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹയർ ആണ് വെൻ കമ്പയർഡ് വിത്ത് ദ PROM ആൻഡ് PL. സോ ഇത്രയാണ് തിയറി ബേസിക്കലി വരാനായിട്ടുള്ളത്. ഇതും കൂടെ മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ സ്ട്രക്ചറിലേക്ക് പോവാം. സോ വേരിയസ് ടൈപ്സ് ഓഫ് PLA. സോ രണ്ട് തരത്തിലാണ് PLA വരിക, മാസ് പ്രോഗ്രാമബിൾ ആൻഡ് ഫീൽഡ് പ്രോഗ്രാമബിൾ. മാസ് പ്രോഗ്രാമബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു AND arrayയും OR arrayയും പ്രോഗ്രാമബിൾ ആണ്. പക്ഷേ ഇത് രണ്ടാൾക്കാർക്ക് പ്രോഗ്രാം ചെയ്യാം. either ഞാൻ എൻ്റെ PLA പ്രോഗ്രാമിംഗ് ടേബിൾ, ഇപ്പോൾ നമ്മൾ PAL പ്രോഗ്രാമിംഗ് ടേബിൾ കണ്ടില്ല, അതേപോലെ തന്നെ PLAക്കും പ്രോഗ്രാമിംഗ് ടേബിൾ ഉണ്ട്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് ടേംസ് എന്തൊക്കെയാണ്, അതാണ് ആക്ച്വലി നമ്മുടെ പ്രോഗ്രാമിംഗ് ടേബിളിൽ ഇരിക്കുന്നത് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അല്ലേ. സോ അതേപോലെ തന്നെ ഇപ്പം ആരാണോ യൂസർ, ഇപ്പം ഞാൻ പോന്നു, എനിക്ക് ആവശ്യമുള്ള എൻ്റെ ഔട്ട്പുട്ട് ഞാൻ ഡിറ്റർമിൻ ചെയ്തു, ഔട്ട്പുട്ടിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ടേംസ് ഏതൊക്കെയാണെന്ന് എനിക്കറിയാമെങ്കിൽ വളരെ സിമ്പിളായിട്ട് എനിക്ക് പ്രോഗ്രാമിംഗ് ടേബിൾ എഴുതാം അല്ലേ. സോ ആ പ്രോഗ്രാമിംഗ് ടേബിൾ കൊണ്ട് ഞാൻ വെണ്ടറിൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ വെണ്ടർ അതിനകത്തുനിന്ന് ആവശ്യമായിട്ടുള്ള ഫ്യൂസസ് അവിടെ കീപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഫ്യൂസസിനെ ബ്ലോ ഔട്ട് ചെയ്ത് കളഞ്ഞ് എനിക്ക് തരും. സോ അപ്പം നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്ന ആളാരായിരിക്കും, നമ്മളുടെ വെണ്ടർ ആയിരിക്കും. സോ വെണ്ടർ പ്രോഗ്രാം ചെയ്യും, ഇവൻ ദോ ഇറ്റ് ഈസ് പ്രോഗ്രാമബിൾ ബട്ട് ഇറ്റ് ഈസ് ഡൺ ബൈ ദ വെണ്ടർ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി കോൾഡ് എസ് മാസ് പ്രോഗ്രാമബിൾ PLA. ഇനിയിപ്പോൾ സെക്കൻഡ് വൺ ഈസ് എ ഫീൽഡ് പ്രോഗ്രാമബിൾ PLA. സോ അതെന്ന് പറയുമ്പോൾ ഫീൽഡ് എന്ന് പറയുന്നത് സംതിങ് ഏതിൻ്റെ കൂടുതൽ അല്ലെങ്കിൽ മുന്നേ ആയിട്ട് ഫീൽഡ് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ബേസിക്കലി അതെന്ന് പറയുന്നത് ഈസ് ഡൺ കംപ്ലീറ്റ്ലി ബൈ ദ യൂസർ. സോ അപ്പോൾ യൂസർ തന്നെ ആയിരിക്കും, യൂസർ അങ്ങനെ തന്നെ കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഫ്യൂസ് സെറ്റ് ഉള്ള ആൻഡ് ഓർ എറേ ഉള്ള കമ്പോണൻസ് ആയിരിക്കും മേടിച്ചിട്ട് വരുന്നുണ്ടാവുക. ദെൻ അറ്റ് ദ യൂസർ എൻഡ് ആയിരിക്കും വേണ്ടിയത് കീപ്പ് ചെയ്യുന്നു, വേണ്ടാത്ത ഫ്യൂസസിനെ ബ്ലോ ഔട്ട് ചെയ്ത് കളയുന്നത്. ആൻഡ് ദിസ് ഈസ് ദ ജനറിക് സ്ട്രക്ചർ. നേരത്തെ നമ്മളിപ്പോൾ കണ്ട എന്താണ് PAL പോലെ തന്നെയാണ് ഇരിക്കുന്നത്, ഒരു വ്യത്യാസമില്ല. A ബാർ B ബാർ C ബാർ ഓൾ ദ ഇൻപുട്സും അതിൻ്റെ ഇൻവേർട്ട് ചെയ്യാനായിട്ടുള്ള നോട്ട് ഗേറ്റ് കണക്ഷൻസ് കൊടുക്കുന്നു. എത്ര പ്രൊഡക്റ്റ് ടേംസ് വേണോ അത്രയും നമ്പർ ഓഫ് ആൻഡ് ഗേറ്റ്സ് കൊടുക്കുന്നു. ദെൻ എത്ര ഓർ ഗേറ്റ് വേണോ അത്രയും, അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, സോ അപ്പം ആൻഡ് ഗേറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പം ഇതേപോലെ ഫിക്സ്ഡ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻഡ് ഓർ 3 വൈഡ് ആൻഡ് ഓർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേണമെങ്കിലും ആവശ്യമില്ലെങ്കിലും ഉപയോഗിക്കേണ്ടി വരുന്ന ആൻഡ് ഗേറ്റിനെ വെക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പ്രൊഡക്റ്റ് ടേംസ് ഉണ്ടോ അത്ര ആൻഡ് ഗേറ്റ്സിനെ മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഇതും ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ട് PLAയും PAലും രണ്ടും ഒരേപോലെയാണ് ഇപ്പോൾ സ്ട്രക്ചർ നോക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ ടെക്സ്റ്റിൽ PALൻ്റെ അകത്തെ ആൻഡ് പ്രോഗ്രാമബിൾ ഓർ ഫിക്സ്ഡ് ആയെന്ന് കാണിക്കേണ്ടിയിരുന്നു, പക്ഷെ അവർ അതിനകത്ത് ക്രോസ് ഇട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ആക്ച്വലി അല്ലെന്നുണ്ടെങ്കിൽ രണ്ടും ഒരുപോലെ ഇരിക്കും, രണ്ടിനും വ്യത്യാസമൊന്നും അറിയാനില്ല. അതൊഴിച്ച് കഴിഞ്ഞാൽ ബാക്കി സ്ട്രക്ചർ കംപ്ലീറ്റ്ലി സെയിം ആസ് PLAയുടെ സെയിം ആസ് PAL തന്നെയാണ്, എക്സെപ്റ്റ് ഫോർ ദ പ്രോഗ്രാമിംഗ് പാർട്ട്. ഓക്കെ, അല്ലെങ്കിൽ പ്രോഗ്രാമബിൾ പാർട്ട്. അപ്പോൾ ഈ കേസിൽ നമുക്ക് രണ്ട് പ്രോഗ്രാമുകൾ ആണ്, അതുകൊണ്ട് രണ്ടിടത്തും ക്രോസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ PAL വീണ്ടും പറഞ്ഞത് ഓർ അറേ ഫിക്സ്ഡ് ആയതുകൊണ്ടാണ് ആൻഡിൻ്റെ ഔട്ട് ആ സർക്കിൾ വെച്ച് കാണിക്കുക. ഇതിപ്പം കംപ്ലീറ്റ്ലി നമ്മൾ മേടിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു PLAയുടെ ഒരു സർക്യൂട്ട് വിത്ത് 3 ഇൻപുട്ട് ആൻഡ് 4 ഔട്ട്പുട്ട്സ് ഉള്ള ഒരു സ്ട്രക്ചർ ഇരിക്കുക എന്നാണ്, വിച്ച് മീൻസ് ഓൾ ദ ഫ്യൂസസ് വിൽ ബി കണക്റ്റഡ്. നമുക്ക് ആവശ്യം നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ ആവശ്യമില്ലാത്ത ഫ്യൂസസിനെ നമ്മൾ ബ്ലോ ഔട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇതുവരെ ക്ലിയർ ആണോ എന്ന് പറയാമോ? ഇതുവരെ ക്ലിയർ ആണോ? അതെ മിസ്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ തന്നെ ഇതിൻ്റെ പ്രോഗ്രാമിംഗ് പാർട്ടിലേക്ക് പോവാണ്. ഓക്കെ, പ്രോഗ്രാമിംഗ് എന്ന പ്രോബ്ലം. ഓക്കെ, സോ ഇതാണ് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ കോമ്പിനേഷണൽ സർക്യൂട്ട് ഈസ് ഡിഫൈൻഡ് ബൈ ഫംഗ്ഷൻ. സോ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, രണ്ട് ഫംഗ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. നമ്മൾ ഇതിന് സിമിലർ ആയിട്ടുള്ള സാധനം നമ്മൾ PAL കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതേപോലെ തന്നെ PLAയിൽ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം. സെയിം അല്ല, ഇത് രണ്ട് ക്വസ്റ്റ്യൻ ആണ്, ബട്ട് സ്റ്റിൽ ഇതേപോലെ തന്നെ മിൻ ടേംസ് തന്നിരിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ F1ൻ്റെ അകത്ത് 3 മിൻ ടേംസ് ഉണ്ട്, F2ൻ്റെ അകത്തും 3 മിൻ ടേംസ് വരുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, K-map റിഡക്ഷൻ തന്നെയായിരിക്കും ആസ് ഡൺ ഫോർ ദ PAL. ഒരു വ്യത്യാസവും ഇല്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് K-map റിഡക്ഷൻ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ സമയമില്ലാത്തത് കൊണ്ട് K-mapനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന, അതായത് നമ്മളുടെ സമ്മേഷൻ ഓഫ് മിൻ ടേംസ് 357, സമ്മേഷൻ ഓഫ് മിൻ ടേംസ് 457, അതിനെ രണ്ടിനെ റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, which is F1 is equal to AC plus BC, F2 is equal to AB bar plus AC. ഓക്കെ, സോ അപ്പോൾ രണ്ടിൻ്റെ അകത്തും F1ൻ്റെ അകത്ത് 2 പ്രൊഡക്റ്റ് ടേംസ് ഉണ്ട്, F2ൻ്റെ അകത്ത് നമുക്ക് 2 പ്രൊഡക്റ്റ് ടേംസ് ഉണ്ട്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ തന്നെ പ്രോഗ്രാമിംഗ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളെ നേരത്തെ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമ്മളുടെ PALൻ്റെ അകത്ത് PAL പ്രോഗ്രാമിംഗ് ടേബിൾ ആയിരുന്നു. നമ്മുടെ PLAയിലേക്ക് വരുമ്പോഴത്തേക്കും അത് PLA പ്രോഗ്രാമിംഗ് ടേബിൾ ആയിട്ട് മാറും എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, സോ ഒരു പ്രോഗ്രാമിംഗ് ടേബിൾ നമുക്കൊന്ന് വരച്ചു നോക്കാം.
Okay, so product term എന്ന് പറയുന്നത് product term നമുക്ക് എഴുതാനുണ്ട്. Okay, so product term വേണം. Then we need the inputs. Okay, inputs എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളുടെ വേരിയബിൾസ് ഏതൊക്കെയാ വന്നേക്കുന്നത്? എ ബി സി അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് നോക്കിയാൽ നമുക്കറിയാം ഹൈയസ്റ്റ് വാല്യൂ ഓഫ് മിൻ ടേം എന്ന് പറയുന്നത് 7 ആണ്, വിച്ച് ഉള്ളി റിക്വയർസ് എ മിനിമം ഓഫ് 3 ബിറ്റ്സ്. അപ്പോൾ 3 ബിറ്റ്സ് എന്ന് പറയുമ്പോൾ 3 വേരിയബിൾസ് ആണ് ആവശ്യം വരിക. അത് തന്നെ വെച്ചിട്ടാണ് നമ്മൾ കെ മാപ്പ് വരച്ചിരിക്കുന്നത്. 3 വേരിയബിൾ കെ മാപ്പാണ് വരച്ചതിൻ്റെ ആൻസറാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ഇൻപുട്ട് വേരിയബിൾസ് എന്ന് പറയുന്നത് അപ്പം ഞാനിപ്പം എ ബി എക്സ് വൈ സെഡ് വെക്കണമെങ്കിൽ വെക്കാട്ടോ, ഒരു കുഴപ്പമില്ല. എ ബി സി എന്ന് വെക്കുവാണ്. ദെൻ അതിൻ്റെ ഔട്ട്പുട്ട്സ്. ഓക്കെ, സോ ഔട്ട്പുട്ട് ഫങ്ഷൻസ് എന്ന് പറയുന്നത് F1 അതേപോലെ തന്നെ F2 എന്ന് പറയുന്ന രണ്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ആണ് നമുക്കുള്ളത്. സോ അതിൻ്റെ F1 ഈസ് ഈക്വൽ ടു എ സി പ്ലസ് ബി സി അല്ലേ? അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ടേം എന്ന് പറയുന്നത് എ സി ആണ്, രണ്ടാമത്തെ പ്രൊഡക്റ്റ് ടേം എന്ന് പറയുന്നത് ബി സി ആണ് F1ൻ്റെ. ഇനി F2ലേക്ക് വന്നേ, F2ലിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ടേം എന്ന് പറയുന്നത് എ ബി ബാർ, സെക്കൻഡ് പ്രൊഡക്റ്റ് ടേം എന്ന് പറയുന്നത് എ സി ആണ് അല്ലേ? അപ്പോൾ എ സി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഇവിടെ രണ്ട് ആൻഡ് ഗേറ്റും ഇവിടെ രണ്ട് ആൻഡ് ഗേറ്റും എടുക്കേണ്ട ആവശ്യമുണ്ടോ? ആക്ച്വലി ഇല്ല, കാരണം ഈ രണ്ട് എ സിനെയും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു സിംഗിൾ ആൻഡ് ഗേറ്റ് എനിക്ക് മതിയായിരിക്കും. സോ 2 + 2 4 ആൻഡ് ഗേറ്റ്സ് നമുക്ക് ആവശ്യമില്ല. ഇവിടെ 2ഉം ഇവിടെ ആക്ച്വലി നമുക്ക് 1 ആൻഡ് ഗേറ്റ് മതി, വിച്ച് മീൻസ് റിസൾട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോട്ടൽ ഓഫ് 3 ആൻഡ് ഗേറ്റ്സ് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, സോ അപ്പം ഞാനിവിടെ തൊട്ട് ഇപ്പം എ സിനെ വീണ്ടും എഴുതുന്നില്ല. എ സി അല്ലാതെ മിച്ചമുള്ള പ്രൊഡക്റ്റ് ടേം എന്ന് പറയുന്നത് എ ബി ബാർ. ഓക്കെ, സോ എ ബി ബാറിനെയും കൂടെ ഇവിടെ എഴുതുന്നു. ഇനി നമ്മളുടെ PLA പ്രോഗ്രാമിംഗ് ടേബിൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. എ സി എന്ന് പറയുന്ന ടേം നമുക്ക് എഴുതണമെങ്കിൽ എ എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ വിച്ച് ക്യാരീസ് എ വാല്യൂ ഓഫ് 1, ബി എന്ന് പറയുന്നത് ഈസ് നോട്ട് പ്രസന്റ്, ദെർഫോർ നമ്മൾ ഡാഷ് ഇടുന്നു. സി എന്ന് പറയുന്ന വേരിയബിൾ പ്രസന്റ് ആണ്, ദെർഫോർ സിയുടെ അവിടെ 1 ഇടുന്നു. ദെർഫോർ എ സി എന്ന് പറയുന്നത് ഈസ് ആക്ച്വലി നോക്കിയേ, എ സി എന്ന് പറയുന്ന ടേം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ടേം ഈസ് എ പാർട്ട് ഓഫ് F1 ആസ് വെൽ ആസ് F2. അപ്പോൾ F1ലും ഉണ്ട് F2ലും ഉണ്ട് അല്ലേ? ഫോർ ഔട്ട്പുട്ട് F1ലും F2ലും ഞാൻ 1 ആക്കി കൊടുക്കുമായിരുന്നു, കാരണം എ സി ഈസ് പ്രസന്റ് ഇൻ ബോത്ത് F1 ആസ് വെൽ ആസ് F2. ഇനി സെക്കൻഡ് പ്രൊഡക്റ്റ് ടേം എന്ന് പറയുന്നത് ബി സി. സോ എ ഇല്ല, ബി ഈസ് 1 ആൻഡ് സി ഈസ് 1. സോ ബി സി എന്ന് പറയുന്നത് ഉള്ളത് ഈസ് ഇൻ F1. സോ F1ൽ അത് പ്രസന്റ് ആണ്, F2ൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡാഷ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. Then A B dash എന്ന് പറയുന്നത് is a product term in F2. So A is 1, B is B dash ആയതുകൊണ്ട് B is 0, C ഇല്ലാത്തതുകൊണ്ട് ഡാഷ്. F1ൽ ഇല്ല, therefore ഡാഷ്. F2ലുണ്ട്, അതുകൊണ്ട് F2ൻ്റെ അവിടെ നമ്മൾ 1 ആയിട്ടാണ് കാണിക്കുക. So this is the corresponding PLA program table. ഇത് ക്ലിയർ ആണോ എന്ന് പറയാവോ? ഇതേപോലെ തന്നെ കേട്ടോ അപ്പുറത്ത് PAL നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. PL ഇച്ചിരൂടെ ലാർജർ പ്രോബ്ലം ആയതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്തിയത്. ഇപ്പോൾ ചെറിയ പ്രോബ്ലം ആയതുകൊണ്ടാണ് ഫുള്ളായിട്ടൊന്ന് മീൻസ് കുറച്ച് സമയം കൊണ്ട് നമുക്ക് മുഴുവൻ ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. ഇത് ക്ലിയർ ആണോ എന്ന് പറയാവോ? ക്ലിയർ ആണോ? സോ അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് നമ്പർ 3, സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് എന്തായിരുന്നു? കെ മാപ്പ് മിനിമൈസേഷൻ. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് അതിൽ നിന്ന് PLA പ്രോഗ്രാം ടേബിൾ എഴുതുന്നു. സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് ഈസ് ദ ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, സോ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഫസ്റ്റ് വേണ്ടിയത് നോട്ട് ഗേറ്റ്സിന്റെ അറേ ആണ്. സോറി, നോട്ട് ഗേറ്റ്സിന്റെ അറേ അല്ല, ട്രൂ ആൻഡ് കോംപ്ലിമെന്റ് ഫോം. Okay, first A, then B. B ബാറിന് വേണ്ടിയിട്ട് ഗേറ്റിന്റെ ഷേപ്പ് ഒന്നും അത്ര ശരിയല്ല കേട്ടോ. This is so A, B, C.
ഇനി നമുക്ക് വേണ്ടിയത് F1 വേണ്ടിയിട്ട് ഏതൊക്കെ ടേംസ് ആണ്? എ സി പ്ലസ് ബി സി അല്ലേ? അപ്പോൾ എ സിക്ക് വേണ്ടിയിട്ട് ഒരു ആൻഡ് ഗേറ്റ് വേണം. ദെൻ ബി സിക്ക് വേണ്ടിയിട്ട് അടുത്ത ഒരു ആൻഡ് ഗേറ്റ് വേണം. ദെൻ നമുക്ക് വേണ്ടിയത് എ ബി ഡാഷ്. എ ബി ഡാഷിന് വേണ്ടിയിട്ട് ഒരു തേർഡ് ആൻഡ് ഗേറ്റ് വേണം. സോ എ സിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ലൈനാണ് നമ്മളിങ്ങനെ വരയ്ക്കുന്നുണ്ടാവും. അതിൻ്റെ കണക്ഷൻസ് നമ്മൾ റെഗുലർ ആയിട്ട് ഡിജിറ്റലി വരച്ചതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ ഓൾറെഡി കണ്ടായിരുന്നു. സോ ഇതെല്ലാം കംപ്ലീറ്റ്ലി പ്രോഗ്രാമബിൾ ആണ് അല്ലേ? സോ എ, ദെൻ അടുത്തതെന്ന് പറയുന്നത് സി. സോ എ സി, അടുത്തതെന്ന് പറയുന്നത് ബി, ദെൻ സി. എ സി ബി സി, അടുത്തത് എ ബി ഡാഷ്. സോ എ, ദിസ് ഈസ് ബി ഡാഷ്. സോ കണക്ഷൻ കഴിഞ്ഞു. സോ ഇപ്പോൾ എനിക്ക് എ സി കിട്ടി, ബി സി കിട്ടി, എ ബി ഡാഷ് കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞിട്ടില്ല, കാരണം നമുക്കിനി ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ. F1 അകത്ത് എ സി പ്ലസ് ബി സിയും F2 അകത്ത് എ സി പ്ലസ് എ ബി ഡാഷും ആണ് വരേണ്ടത്. സോ ഇനി ഓററെ വരയ്ക്കാം. രണ്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ആണ് നമുക്കുള്ളത്. അതുകൊണ്ട് F1 ഒരു ഓർ ഗേറ്റ്, അതേപോലെ തന്നെ F2 ഷേപ്പ് ഇതിപ്പോൾ വരയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒന്ന് പെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, സോ F1 എന്ന് പറയുന്നത് F1 അകത്ത് വി ഹാഡ് എ സി ആസ് വെൽ ആസ് ബി സി. സോ അവിടുത്തെ ഫ്യൂസിനെ മാത്രം നമ്മളവിടെ വെക്കുന്നു. മിച്ചമുള്ള എ ബി ബാറിൻ്റെ ഫ്യൂസിനെ നമ്മൾ ഔട്ട് ചെയ്ത് കളയാണ് ആക്ച്വലി ചെയ്തേക്കുന്നത്. ദെൻ F2 വരുമ്പോഴത്തേക്കും F2 നമുക്ക് ആവശ്യമായിട്ടുള്ള ഏതൊക്കെയാണ്? എ സി ആൻഡ് എ ബി ഡാഷ്. സോ എ സി എന്ന് പറയുന്ന ലൈനിൽ കണക്ഷൻ കൊടുക്കണം, എ ബി ഡാഷിലും കണക്ഷൻ കൊടുക്കണം, വിച്ച് മീൻസ് ദിസ് ഈസ് ഓർ ബി സിയിലേക്ക് കണക്ഷൻ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. സോ ദിസ് ഈസ് ദ ഫൈനൽ ഇംപ്ലിമെൻറ്റേഷൻ യൂസിങ് PLA. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആൻഡ് ഓർ അറേ, അതിനകത്ത് 3 പ്രൊഡക്റ്റ് ടേംസ് ഉണ്ടായിരുന്നുകൊണ്ട് 3 ആൻഡ് ഗേറ്റ്സ് ഉപയോഗിച്ചു. ഇനി രണ്ട് ഫംഗ്ഷൻസ് ആണ് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, F1 F2. എത്ര ഫംഗ്ഷൻ ആണോ ക്വസ്റ്റിന് പറയുന്നത്, എത്ര ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ആണോ ക്വസ്റ്റിന് പറയുന്നത്, അത്രയും നമ്പർ ഓഫ് ഓർ ഗേറ്റ്സ് ഓർ ഔട്ട്പുട്ട് ഗേറ്റ്സ് ആണ് നമ്മൾ വരയ്ക്കുക. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഔട്ട്പുട്ട് ക്യാൻ ബി ഈസിലി ഇൻവേർട്ടഡ് യൂസിങ് ആൻ ഇൻവേർട്ടർ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മൾ സാധാരണ ഇതിൽ ഡയഗ്രാംസ് വരയ്ക്കുന്ന സമയത്ത് നമ്മളത് ഇൻക്ലൂഡ് ചെയ്യാറില്ല, ഇങ്ങനെ അറേ വെച്ച് മാത്രമാണ് കാണിക്കാറുള്ളൂ. സോ ഇത് ക്ലിയർ ആണോ എന്ന് പറയാമോ? അതെ മിസ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിലേക്ക് പോവാണ്. സോ ദാറ്റ് ഈസ് ടു ഡ്രോ എ PLA സർക്യൂട്ട് ടു ഇംപ്ലിമെന്റ് ദ ഫംഗ്ഷൻസ് F1 ആൻഡ് F2. ആദ്യം നമ്മൾ കണ്ട് നമ്മുടെ PAL പോലെ തന്നെ PLAയിൽ നമ്മളിപ്പോൾ ആദ്യം കണ്ടിരിക്കുന്ന മിഡ് ടേംസ് തന്നിരിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. അതിനുശേഷം നമ്മളിപ്പോൾ കാണുന്നത് എന്ന് പറയുന്നത് ഈസ് ഫംഗ്ഷൻസ് തന്നിരിക്കുന്ന രീതിയിലാണ്. ഇപ്പം നമ്മൾ PALൻ്റെ അകത്ത് ഫംഗ്ഷൻ തന്നപ്പോൾ നമ്മൾ നേരെ തന്നെ PAL പ്രോഗ്രാമിംഗ് ടേബിൾ ആണ് വരച്ചത് അല്ലേ? സോ അതേപോലെ തന്നെ ഇവിടെയും PLA പ്രോഗ്രാമിംഗ് ടേബിൾ തന്നെയാണ് വരയ്ക്കേണ്ടത്. ഇപ്പം വരയ്ക്കാൻ ക്ലിയർ ആണല്ലോ, വീണ്ടും വരച്ച് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? നേരെ ആ F1 F2 ഇവിടെ കാണിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നെയാണ് എടുത്ത് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് വെച്ചിട്ട് PLA പ്രോഗ്രാമിംഗ് ടേബിൾ എഴുതിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. വീണ്ടും ഇത് റീഡ്രോ ചെയ്യണമെന്ന് പറയാമോ? റീഡ്രോ ചെയ്യണോ അതോ ഇത് മതിയോ? ആകെ കൂടെ PAL ചെയ്ത പോലെ തന്നെയാണ് PLAയിലും, വ്യത്യാസം ഒന്നും തന്നെ ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ 3 ബിറ്റ് വൈഡിൻ്റെ കേസ് വരുമ്പോൾ മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ആകെ കൂടെ ഇപ്പം നിങ്ങൾ ടെക്സ്റ്റിലത്തെ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ ഇരിക്കുന്നത്, കാരണം രണ്ടും പ്രോഗ്രാമബിൾ ആയിട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഒറിജിനലി സ്പീക്കിംഗ് ആൻഡ് അറേ എന്ന് പറയുന്നത് PAL പഴയത് നമ്മൾ തൊട്ട് മുമ്പേ കണ്ട PAL ആദ്യം കണ്ടത്, PALൻ്റെ അകത്ത് ആൻഡ് അറേ പ്രോഗ്രാമബിൾ, ഓർ അറേ ഫിക്സ്ഡ് ആണ്. ഇവിടെ മാത്രമാണ് ആക്ച്വലി ആൻഡ് ആസ് വെൽ ആസ് ഓർ അറേ രണ്ടും പ്രോഗ്രാമബിൾ ആയിട്ട് ഉള്ളത്. ഇതിന് വീണ്ടും വരയ്ക്കണമെന്ന് പറയാമോ? വരയ്ക്കാൻ ഓക്കെ ആണോ? പറഞ്ഞേ. ഇത് വരയ്ക്കാൻ സംശയമുണ്ടോ? ഇനി ഇൻപുട്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് പറയുന്നു. വാട്ട് എവർ ആർ ദ ഔട്ട്പുട്ട് ഫംഗ്ഷൻസ്. F1 അകത്ത് 3 പ്രൊഡക്റ്റ് ടേംസ് A bar B C, A B bar A C bar, അങ്ങനെ 1 2 3. F2 അകത്ത് 4 5, അങ്ങനെയുള്ള 5 പ്രൊഡക്റ്റ് ടേംസ് ആണ് ഇവിടെ 1 2 3 4 5 ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ തൊട്ട് കണ്ട പോലെ തന്നെ A bar ആയതുകൊണ്ട് A0, B is 1, C is 1.
ആൻഡ് ഇറ്റ് ഈസ് യൂസ് ഫോർ F1, F2, F3. പ്രൊഡക്റ്റ് ടേംസ് 4 and 5 എന്ന് പറയുന്നത് F2 ന് വേണ്ടിയിട്ടാണ്. അവിടെ മാത്രം 1, ബാക്കിയുള്ള ലൊക്കേഷൻസ് എല്ലാം ഡാഷ് ഇട്ട് ഫില്ല് ചെയ്യും. സോ ദാറ്റ് ഇസ് ദ PLA പ്രോഗ്രാം ടേബിൾ. ക്ലിയർ ആണോ എന്നൊന്ന് പറയാവോ? അതെ മിസ്. ഓക്കെ. സോ അങ്ങനെയാണ് ഇംപ്ലിമെന്റേഷൻ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഏതോ ടെക്സ്റ്റിൽ നിന്ന് കിട്ടിയ സാധനം ഞാൻ എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇങ്ങനെ തന്നെ വെക്കണം. ഒരു ഇപ്പൊ തൊട്ട് മുമ്പേ നമ്മൾ കണ്ട പോലെ തന്നെ വരച്ചാൽ മതി കേട്ടോ. ഇതുപോലെ ഇങ്ങനെ സൈഡിൽ നിന്ന് വരയ്ക്കണം എന്നൊന്നുമില്ല. ഇവിടെ തന്നെ നോട്ട് ഗേറ്റ് ഇട്ടങ്ങ് വരച്ചാൽ മതി. BB ബാർ CC ബാർ ഇങ്ങനെ തന്നെ വരയ്ക്കണം എന്നില്ല കേട്ടോ. തൊട്ട് മുമ്പത്തെ ഞാൻ വരച്ച ഫിഗർ പോലെ തന്നെ വരച്ചാൽ മതി. ഇപ്പം എനിക്ക് കിട്ടിയ ഫിഗർ ഇതായതുകൊണ്ട് ഞാനങ്ങ് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. F1ലേക്ക് ഏതൊക്കെ പ്രൊഡക്റ്റ് ടേംസ് പോകുന്നു, F2ലേക്ക് ഏതൊക്കെ പ്രൊഡക്റ്റ് ടേംസ് പോകുന്നു എന്ന് മാത്രമാണ്. ഇപ്പം നമ്മൾ രണ്ട് തരത്തിലുള്ള പ്രോബ്ലംസ് കണ്ടു കഴിഞ്ഞു. ഒന്നെന്ന് പറയുന്നത് മിഡ് ടേംസ് ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? കെ മാപ്പ് വരച്ച് റെഡ്യൂസ് ചെയ്ത് ഇക്വേഷൻ എടുക്കണം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻസ് ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെങ്കിൽ നേരെ പ്രോഗ്രാം ടേബിൾ എഴുതി നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് എന്താണ് ഇംപ്ലിമെന്റേഷൻ ഡയഗ്രാം വരയ്ക്കാവുന്നതാണ്. നൗ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ PLലും ഇങ്ങനെ ചോദിക്കാട്ടോ. അതായത് നമ്മൾ ഡിജിറ്റലി പഠിച്ച ആ സെയിം സംഭവം തന്നെയാണ്. ഇൻപുട്ട്, അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി മാത്രമേ മാറുന്നുള്ളൂ. നമുക്ക് അവസാനം വേണ്ടിയ സാധനം പ്രൊഡക്റ്റ് ടേംസ് വെച്ചിട്ടാണ് ബാക്കി പ്രോസസ്സ് നമ്മളിപ്പം പുതിയതായിട്ട് ആക്ച്വലി ഈ സെമ്മി പഠിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഡിജിറ്റലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സെയിം പരിപാടി തന്നെയാണ്. ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ ഫംഗ്ഷനിൽ തരാം, ഒന്നെങ്കിൽ മിൻ ടേമിൽ തരാം, അല്ലെന്നുണ്ടെങ്കിൽ ടേബിൾ ട്രൂത്ത് ടേബിൾ ആയിട്ട് തരാം. അങ്ങനെ ഏത് രീതി വേണമെങ്കിൽ തരാം. നമ്മൾ ഓൾറെഡി കണ്ടിരിക്കുന്നതാണ്. അതിൽ നിന്ന് എങ്ങനെ ഫംഗ്ഷൻ എഴുതാമെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ബട്ട് സ്റ്റിൽ ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഫംഗ്ഷനിൽ നിന്ന് ബാക്കി എന്ത് പ്രോസസ്സാണ് ചെയ്യേണ്ടതെന്നുള്ളത് മാത്രമേ നമ്മൾ പുതിയതായിട്ട് ആക്ച്വലി ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതൊരു തേർഡ് ടൈപ്പ് ഓഫ് റോൾ ആയിട്ട് ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ദ ട്രൂത്ത് ടേബിൾ ഈസ് ഗിവൺ അല്ലേ. ഇംപ്ലിമെന്റ് യൂസിങ് PLA where A, B, C are the inputs, then Y1, Y2 എന്ന് പറയുന്നത് are the outputs. So ABC എന്ന് പറയുന്ന ഇൻപുട്സ്, Y1 and Y2 എന്ന് പറയുന്നത് are the outputs എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ ജസ്റ്റ് ഒരു ചുമ്മാ ഒരു റാൻഡം ട്രൂത്ത് ടേബിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ ഇതിൽ നിന്ന് നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? നമുക്ക് വേണ്ടിയ സാധനം എന്ന് പറയുന്നത് ഈസ് ടു ഫൈൻഡ് ദ മിൻ ടേംസ്. അപ്പോൾ ഇതൊന്ന് ചെയ്തു പോയാലോ? സമയമുണ്ടോ? 1:30 ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മിൻ ടേംസ് ഒന്ന് കണ്ടുപിടിച്ചാലോ? അപ്പോൾ ഇതൊന്ന് നോട്ടിലോട്ട് എഴുതാവോ? ഇംപ്ലിമെന്റ് യൂസിങ് PLA. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം എന്നില്ല, ആൻസർ മാത്രം നമുക്ക് ചെയ്തു പോവാം. ഓക്കെ. സോ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഈസ് ടു ഫൈൻഡ് ദ മിൻ ടേംസ്. എങ്ങനെയായിരുന്നു മിൻ ടേംസ് കണ്ടുപിടിക്കുന്നത്? Y1 നമ്മൾ എങ്ങനെ എഴുതുന്നത്? Y1 ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് മിൻ ടേംസ്. 1 വരുന്ന സ്ഥലങ്ങൾ 2, 3. സോ ദിസ് ഈസ് 0, 1, 2, 3, 4, 5, 6, 7 ഡെസിമൽ. ഓക്കെ. സോ 1 വരുന്നത് ഈസ് 4, 5 and 7. So summation of midterms 4, 5, 7. Then Y2 is equal to summation of midterms. എവിടെയൊക്കെയാണ് 1 വരുന്നത്? 1, 2, 3. 3 locations which are corresponding to summation of midterms 3, 5 and 7. So 3, 5 and 7. സോ ഫൈൻഡിങ് മിൻ ടേംസ് ഉള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 1 വരുന്നത്. സോ മിൻ ടേംസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം കണ്ട ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിലേക്ക് വന്നു അല്ലേ. മിൻ ടേം തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കൈൻഡ് ഓഫ് പ്രോബ്ലം നമ്മൾ ചെയ്തത്. സെക്കൻഡ് കൈൻഡ് ഓഫ് പ്രോബ്ലത്തിൽ അത് ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ദിസ് ഇസ് തേർഡ് കൈൻഡ് ഓഫ് പ്രോബ്ലം വിച്ച് ട്രൂത്ത് ടേബിൾ ഈസ് ഗിവൺ. അപ്പോൾ നമുക്ക് എന്തായാലും വേണ്ടിയ സാധനം ഇക്വേഷനിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ട്രൂത്ത് ടേബിൾ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ മിൻ ടേംസ് കണ്ടുപിടിക്കുക. മിൻ ടേം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി ഡു ദ കെ മാപ്പ് അല്ലെ. കെ മാപ്പ് വെച്ചിട്ട് വി ക്യാൻ ഫൈൻഡ് ദ minimal equation for the functions y1 and y2. സോ ഇപ്പം ഞാനിവിടെ ഡയറക്റ്റ് ആയിട്ട് y1ൻ്റെയും y2ൻ്റെയും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. AC plus AB bar is y1, y2 എന്ന് പറയുന്നത് AC plus BC. അപ്പോൾ നോക്കിയാൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം AC എന്ന് പറയുന്നത് ഈസ് പ്രസൻറ്റ് ഇൻ y1 ആസ് വെൽ ആസ് y2. സോ ഇവിടെ നമുക്ക് 2 ആൻഡ് ഗേറ്റ്സ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു സിംഗിൾ ആൻഡ് ഗേറ്റ് മാത്രം മതി അല്ലേ. സോ ടോട്ടൽ വിൽ ജസ്റ്റ് റിക്വയർ 3 ആൻഡ് ഗേറ്റ്സ്. ഉറപ്പായിട്ടും സിൻസ് വി ഹാവ് ഗോട്ട് 2 ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് വിൽ ഹാവ് ടു യൂസ് 2 OR ഗേറ്റ്സ്. അപ്പോൾ PLA പ്രോഗ്രാം ടേബിൾ എഴുതുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു റൈറ്റ് ദ പ്രൊഡക്റ്റ് ടേം ഫസ്റ്റ്, പ്രൊഡക്റ്റ് ടേം, ദെൻ ദ ഇൻപുട്സ്. ഇവിടുത്തെ വേരിയബിൾസ് എന്ന് പറയുന്നത് A, B, C.
then the outputs which are y1 and y2. അപ്പോൾ നമ്മുടെ product terms എന്ന് പറയുന്ന ആദ്യത്തെ is AC, next product term is AB dash, then the next one is AC നെ റിവൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, BC അല്ലേ. സോ AC ആയതുകൊണ്ട് A is 1, B വന്നിട്ടില്ല, C is 1, A B dash, A is 1, B dash ആയതുകൊണ്ട് B is 0, C എന്ന് പറയുന്ന ടേം ഇല്ലാത്തതുകൊണ്ട് ഡാഷ്, then A ഇല്ലാത്തതുകൊണ്ട് ഡാഷ്, B is 1 and C is 1. So y1 എടുക്കുകയാണെങ്കിൽ it is having AC plus AB dash, therefore AC and AB dash ന് നമുക്ക് 1 കൊടുക്കാം, BC ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഡാഷ് ഇട്ട് കൊടുക്കാം അല്ലേ. then y2 ലേക്ക് വരുമ്പോൾ we have AC plus BC. So AC ഉള്ളതുകൊണ്ട് 1, AB dash ഇല്ലാത്തതുകൊണ്ട് ഡാഷ്, BC ഉള്ളതുകൊണ്ട് 1. So this is the PLA program table. Then the last step എന്ന് പറയുന്നത് is the implementation. Implementation വേണ്ടിയിട്ട് ABC എന്ന് പറയുന്ന 3 വേരിയബിൾസ് ആണ് നമുക്കുള്ളത്. Therefore we will require 3 AND gates. 3 product terms ആണ് നമുക്കുള്ളത്. Therefore we will require 3 ആദ്യത്തേത് was 3 NOT gates. 3 product terms ആണ്, അതുകൊണ്ട് 3 AND gates. 2 output functions ആണുള്ളത് y1 and y2. Therefore we will require 2 OR gates. Okay. So അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് വരച്ച് നോക്കാം. A bar, B dash, C dash. 3 ഇൻപുട്സ് ആണ് ഉള്ളത്, 3 AND gates ആണ് നമുക്ക്, 3 AND gates ആണ് ഉള്ളത്. അല്ലേ. ആദ്യത്തെ AND gate എന്ന് പറയുന്നത് is for AC. രണ്ടാമത്തെ AND gate എന്ന് പറയുന്നത് is for AB dash. മൂന്നാമത്തെ AND gate എന്ന് പറയുന്നത് is for BC. സോ ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. സോ എയിലും സിയിലും ക്രോസ് വിടണം. അതായത് ആ ഫ്യൂസ് മാത്രമേ വെച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള ലൈൻസിലുള്ള എല്ലാ ഫ്യൂസും കളഞ്ഞു, ബ്ലോ ഔട്ട് ചെയ്തു. then AB dash, so A, this is B dash, ബാക്കിയുള്ള ഫ്യൂസസ് എല്ലാം നമ്മൾ ബ്ലോ ഔട്ട് ചെയ്തു. നെക്സ്റ്റ് ഈസ് BC, so B and C, ആ ഫ്യൂസിനെ മാത്രം കീപ്പ് ചെയ്ത് ബാക്കിയുള്ള ഫ്യൂസസ് എല്ലാം നമ്മൾ ബ്ലോ ഔട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് വരയ്ക്കേണ്ടതെന്ന് പറയുന്നത് ഈസ് ദ OR ഗേറ്റ് അല്ലേ. 2 ഔട്ട്പുട്ട് ഫങ്ഷൻസ് ആണുള്ളത്. therefore we will have 2 OR gates. One is y1 and the other one is y2. So y1 ഇലുള്ളത് is AC plus AB dash. So AC യൂസ് ചെയ്യുന്നുണ്ട്, then AB dash ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. സോ ആ 2 ഫ്യൂസസിനെ കീപ്പ് ചെയ്യുന്നു, തേർഡ് ഫ്യൂസിനെ ബ്ലോ ഔട്ട് ചെയ്ത് കളഞ്ഞു. then y2 ൽ നമ്മൾ ഉപയോഗിക്കുന്നത് is AC plus BC. so AC and BC ആണ് ഉപയോഗിക്കുന്നത്. AB dash എന്ന് പറയുന്ന ഫ്യൂസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സോ ഇത് ക്ലിയർ ആയോ എന്നൊന്ന് പറയാവോ? ക്ലിയർ ആയി.